ഓം നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മൾ സിനിമ റിവ്യൂ ചെയ്തിട്ട്, ആക്ച്വലി എല്ലാ സിനിമകളും നമ്മൾ റിവ്യൂ ചെയ്യാറില്ല. ഈ പറയുന്ന പാരാനോർമൽ എലമെന്റ്സ് ഉള്ള സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാന്താര ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ എലോൺ എന്ന് പറയുന്ന സിനിമ, മലൈക്കോട്ടെ വാലിബൻ തുടങ്ങിയ കുറച്ച് സിനിമകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് മലയാളത്തിൽ അത്രയും പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന മസാലകളൊക്കെ ചേർത്തുള്ള സിനിമകളാണ് കൂടുതലും വരുന്നത്. ഒന്നും ആലോചിക്കാതെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ പോയി അത് കാണുകയും അതിനെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിപത്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ചിന്തിക്കാറുമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് വിദേശത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു, ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു സംഭവം അധ്യായം 1 എന്ന ചിത്രം. അപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല, അപ്പോൾ അതൊന്ന് കാണണം, അതുകൊണ്ട് തന്നെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞു. കാരണം വ്യത്യസ്തമായിട്ട് ഒരു പ്രമേയം വേറിട്ട രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സംഭവം അധ്യായം 1 എന്ന ചിത്രം. അപ്പോൾ ഈ സിനിമയിൽ ടൈം ലൂപ്പ് എന്ന് പറയുന്ന നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു വാക്കാണ് ടൈം ലൂപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ടൈം പ്ലെയിനുകൾ, പലതരത്തിലുള്ള ടൈം പ്ലെയിനുകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടൈം പൂൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായുള്ള 5 കാലഘട്ടങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 5 കാലഘട്ടങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കാണുന്നത്. ഈ 5 ടൈം പ്ലെയിനുകളും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം കൂടിയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കഥയെക്കുറിച്ചോ ഒന്നും ഞാൻ കൂടുതലായിട്ട് നറേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി നിങ്ങൾ അങ്ങനെയുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്, അല്ലെങ്കിൽ പാരാനോർമൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് പരിശോധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു സയൻറ്റിഫിക് ത്രില്ലർ എന്നുള്ള രീതിയിലുള്ളൊരു സബ് ടൈറ്റിലും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി മൂവി എന്നൊക്കെ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ആത്യന്തികമായിട്ട് സിനിമയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ടും ശരിയാകണമെന്നില്ല. ഇതൊക്കെ ചില മാനിപ്പുലേഷൻസും അതുപോലെ തന്നെ സ്പെക്കുലേഷൻസുമാണ്, ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇത് പറയുന്ന പല കാര്യങ്ങളും. എങ്കിലും അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പാരാനോർമൽ എലമെൻസുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് എന്താ പറയുക പാരാസൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സാധാരണ സിനിമ കാണുമ്പോൾ നമ്മൾ അതിനകത്തുള്ള കോഡിങ്ങുകളൊന്നും ശ്രദ്ധിക്കാറില്ല. സിനിമ നോർമലി നമ്മൾ കാണുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ മനോവ്യാപാരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനസുഖത്തിന് വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ സിനിമയെ പലരും കാണുന്നത്. എന്നാൽ ഈ സിനിമയുടെ ഓരോ ഫ്രെയിമുകളിലും, എല്ലാ ഫ്രെയിമുകളിലും എന്ന് പറയുന്നില്ല, പല ഫ്രെയിമുകളിലും വളരെ രഹസ്യമായിട്ട് ചില കോഡിങ്ങിലുള്ളതായിട്ട് നമുക്കിത് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്നത് തന്നെ വനം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അലഗോറിക്കൽ കോൺസെപ്റ്റാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം തന്നെ യഥാർത്ഥത്തിലൊരു കൊടും കാട് പോലെയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ആളുകൾ എങ്ങോട്ടൊക്കെ ഓടുന്നു, പലരും മലത്തിലിടിച്ച് വീഴുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വീഴുന്നു, അപ്പോൾ ചാടി എഴുന്നേക്കുന്നു, വീണ്ടും പരിക്കുകൾ മാറിയിട്ട് വീണ്ടും ഓടുന്നു. നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് ഓടി തുടങ്ങിയത്? അപ്പോൾ പറയുന്നു അറിയില്ല. എങ്ങോട്ടാണ് ഓടുന്നത്? അറിയില്ല. എന്തിനാണ് ഓടുന്നത്? അറിയില്ല. അപ്പോൾ നമുക്ക് ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ എവിടുന്നോ വന്നു, വളരെ ഭ്രമാത്മകമായിട്ട് നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാണെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നറിയില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചിലന്തികളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലന്തികളും അവയുടെ വലകളും നമുക്കറിയാം. അതായത് പലതിലും കുടുങ്ങിപ്പോകുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചിലന്തി വല എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ എടുക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പിറകിലിരിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡുള്ള ചിലന്തി ചില പ്രത്യേകമായുള്ള രീതിയിലുള്ള വലകൾ നെയ്ത് വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരു കോൺസ്പിറേറ്റർ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്ററിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരോ ഒരാൾ ഒരുക്കി വയ്ക്കുന്ന ചില പ്രത്യേകമായ ചതുരംഗ കളങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ കാണുന്ന ഒരെണ്ണമെന്ന് വെച്ചാൽ പാമ്പാണ്. പാമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആയിട്ട് അതിനകത്ത് കാണുന്നു. അപ്പോൾ പാമ്പ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭയത്തിൻ്റെ സൂചകമായിട്ടാണ് കാണുന്നത്. പക്ഷേ മോഡേൺ സയൻസിൽ ഉൾപ്പെടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ പാമ്പ് എന്ന് പറയുന്നത് ഉയർന്ന ബോധമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന ഉന്നത രൂപത്തിലുള്ളൊരു ഊർജ്ജമായിട്ട് കാണുന്നു.
കാലമായിട്ട് കാണുന്നു, അല്ലെ? കാലാഹി എന്ന് പറയുന്ന പ്രയോഗം എഴുത്തച്ഛൻ വളരെ ഭംഗ്യന്തരേണ പ്രയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്നത്. അപ്പൊ കാലം അതിന്റെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ ചുറ്റി വളഞ്ഞു കിടക്കുന്നതായ പിന്നെ കാലഘടനയുടെ പ്രതീകമായിട്ടൊക്കെ നമുക്ക് ഈ പാമ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഒരു ജീപ്പ് കാണിക്കുന്നുണ്ട്. ആ ജീപ്പിൽ ഒരു ഇരയെ പിടിച്ചുകൊണ്ട് പറക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇരയെ വേട്ടയാടാൻ വരുന്ന, ചിറക് ഉയർത്തി പറന്നു വരുന്ന ഒരു പരുന്തിന്റെ ചിത്രം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ ഭാഗങ്ങളിലൊക്കെ കാണിക്കുന്ന ഒരു അനിമേഷൻ, ഒരു നറേഷൻ ഉണ്ട്. സാധാരണ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അതിന്റെ ടൈറ്റിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അതിലെന്തെങ്കിലുമൊക്കെ ഇപ്പൊ പല സിനിമകളിലും നമ്മൾ അത് കാണുന്നുണ്ട്. ടൈറ്റിലൊക്കെ അതിന്റെ ഇടയിൽ ചില എന്തെങ്കിലും തരത്തിലുള്ള സീക്വൻസുകൾ കാണിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് അനിമേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ അനിമേഷൻ യഥാർത്ഥത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് നമുക്ക് ഈ സിനിമ ഡീകോഡ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷിയുടെ മുട്ട വിരിഞ്ഞു വരുന്നതായിട്ടും, പിന്നീട് അത് കാക്കകളുടെ കൂട്ടത്തിലേക്ക് പോകുന്നതായിട്ടും, പിന്നീട് ആ ഒരു പർട്ടിക്കുലറായ കാക്കയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും, ഈ കാക്ക പിന്നീട് വലിയൊരു പരുന്തിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ടും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും, അതുപോലെ തന്നെ അതർ വേൾഡുകളിലേക്ക്, ആസ്ട്രൽ വേൾഡുകളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ കാക്ക ഒബ്സർവ് ചെയ്യുന്നതായ ചില പ്രത്യേകമായ യുദ്ധങ്ങളുണ്ട്, മനുഷ്യർ തമ്മിലുള്ള ചില ആക്രമണങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൊമിസൈഡുകളുണ്ട്, അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളുണ്ട്, അതിശക്തമായ വിളികളുണ്ട്. അതായത് പ്രകൃതിയുടെ ശാന്തതയെ, അല്ലെങ്കിൽ ട്രാങ്കുലിറ്റിയെ ഭേദിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ മനുഷ്യൻ നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ അതർ വേൾഡുകളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊക്കെ ഈ കാക്കയെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സിനിമയിൽ തന്നെ പറയുന്നത് 15ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസിൽ നിന്ന് വന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു, പ്രത്യേകിച്ച് പറയുന്നുണ്ട്, റാഷണലിസ്റ്റ് ആയ ഒരാൾ അയാളുടേതായ ചില എന്താ പറയുക, ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും, അത് അയാൾക്ക് സാധിക്കാതെ വരുമ്പോൾ അയാൾ രോഷം പൂണ്ട് അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ആൾക്കാരെ എല്ലാം വകവരുത്തുന്നതും, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാക്കകളെല്ലാം ചുട്ടരിക്കുന്നതുമാണ് ഇതിൻ്റെ കഥയിൽ പറയുന്ന ഒരു നറേഷൻ. അപ്പോൾ ഈ കാക്കകൾ അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ സിനിമയിൽ. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ബിവൈൽഡഡ് ആയി പോകുന്ന ഒരു സ്റ്റാച്യു, അല്ലെങ്കിൽ ഒരു വർഷിപ്പിന്റെ ഒരു സ്റ്റാച്യു കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ശിരസ് എന്ന് പറയുന്നത് കാക്കയുടെ ശിരസാണ്. വളരെ ബലിഷ്ഠമായ ശരീരവും അതിലൊരു രാജാവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വേഷഭൂഷാദികളൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, മീൻസ് കൊത്തിവെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന്റെ ശിരസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാക്കയുടേതാണ്. അപ്പൊ കാക്കകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, കാക്കകളുടെ ശബ്ദം ഇവിടെ കേൾക്കാറില്ല എന്നാണ് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് ശേഷം ഇവിടെ കാക്കകളുടെ ശബ്ദം കേൾക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഹിന്ദു ഒരു മിഥോളജി അനുസരിച്ച് നമ്മൾ കാക്കകൾ എന്ന് പറയുന്നത് പൂർവ്വ ജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിതൃക്കളുമായിട്ടാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഈ ശരികളുടെ അല്ലെങ്കിൽ തെറ്റുകളുടെ ഇതിന്റെ എല്ലാം, അതായത് ഒരു ന്യായാധിപൻ എന്ന് പറയുന്ന റോളിൽ നിൽക്കുന്ന ഒരാൾ ശനി ഭഗവാനാണ്. സാധാരണയായിട്ട് എല്ലാവരും ശനീശ്വരനെ ഒരു എന്താ പറയുക, നെഗറ്റീവ് എലമെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കറുത്ത വസ്ത്രം ധരിക്കുന്ന, കാക്കയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഈശ്വരനായിട്ടാണ് നമ്മൾ ശനീശ്വരനെ കാണുന്നത്. അപ്പോൾ ശനീശ്വര പ്രീതിക്ക് വേണ്ടി സാധാരണയായിട്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ശനി എന്ന് പറയുന്നത് എപ്പോഴും ജസ്റ്റിസിന്റെ ഒരാളായിട്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശനിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സെൽഫ് കറക്ഷൻ്റെ ഒരു പീരീഡ് ആണെന്ന് തന്നെ നമ്മൾ മാറ്റി വായിക്കേണ്ടതുണ്ട്. കഷ്ടകാലങ്ങളുടെ ഒരു പീരീഡ് അല്ല, പകരം സെൽഫ് കറക്ഷൻസിൻ്റെതായ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആകസ്മികമായ ഒരു ജീവിതമല്ല, പകരം മറ്റെന്തോ ഒരു കാര്യം കൊണ്ട് നമ്മളിവിടെ വന്നതാണ് എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായിരിക്കുന്ന ഒരു അനുമാനമാണ്. അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയിലും എപ്പോഴും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മളതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ടൈം ട്രാവൽ എന്ന് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിലെ മേജർ ക്യാരക്ടർ ആയിട്ടുള്ള ആനന്ദ് എന്ന് പറയുന്ന ആൾ 3 കാലങ്ങളിൽ അയാൾ ഇവിടെ നമ്മൾ പ്രസന്റ് ആയിട്ട് കാണുന്നു. അത് പല സ്ഥലങ്ങളിലേക്കും അയാൾ വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ചായി പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് തമിഴ് അറിയില്ല എന്ന് പറയുന്നു, എന്നാൽ മറ്റൊരു ഫ്രെയിമിൽ അയാൾ തമിഴ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഉടൻ തന്നെ അയാളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി എന്നുള്ളൊരു ഭാഗം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ട് കുറെ കഴിയുമ്പോൾ അയാളുടെ അച്ഛനെ ഈ പറയുന്ന ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നു. 1994 മുതൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ആയിപ്പോയ ഒരാളിനെ നമ്മൾ പുതിയൊരു സ്ഥലത്ത് നിന്ന് വന്ന ആള് രക്ഷപ്പെടുത്തി ഈ 94ന്റെ ഒരു അവസ്ഥയിലേക്ക് വിടുമ്പോൾ
അതേ സമയത്ത് വിടുന്ന ആള്, അതായത് ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ പറയുന്നത് എനിക്കിനി ഈ ഫ്രെയിമിൽ നിൽക്കാൻ സാധ്യമല്ല, കാരണം ഞാനിപ്പോൾ മറ്റൊരു ഫ്രെയിമിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഈ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് സ്വയം വെടിവെച്ച് മരിക്കുന്ന ഒരു സീനും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ആ മരണത്തിന്റെ വെടിവെച്ച് കേട്ട ഉടൻ തന്നെ പിന്നെ അയാൾ ഞെട്ടി ഉണർന്ന് കാണുന്ന പുതിയൊരു ടൈം ഫ്രെയിമിലാണ്, അത് 2024. അപ്പോൾ ആ സമയത്ത് അന്ന് മരിച്ചുപോയി എന്ന് ഇയാൾ വിചാരിച്ചിരുന്ന, താനിപ്പോൾ രണ്ടാമത്തെ ഇതിൽ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് തൻ്റെ അച്ഛൻ ആയിട്ടുള്ള ആള് തൻ്റെ അടുത്തിരിക്കുന്നതായിട്ടും തനിക്ക് ജനിക്കുന്ന പെൺകുഞ്ഞിനെ കാണുന്നതായിട്ടും ഒക്കെയാണ് ആ സിനിമയുടെ ഒരു എലമെന്റ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു ലോജിക്കൽ സീക്വൻസ് സിനിമയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇന്റർവോവൺ ആയിട്ട് വെച്ചിരിക്കുന്ന, വളരെ അന്തർലീനമായിട്ടിരിക്കുന്ന ചില പ്രത്യേകമായുള്ള ചില കാഴ്ചപ്പാടുകൾ, അത് കർമ്മങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടേതായ എന്താ പറയുക പല കാലഘട്ടങ്ങളിൽ പാരൽ ലിവിങ്ങിൻ്റെതായ ഒരുപാട് കോൺസെപ്റ്റുകളാണ് ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അപ്രകാരമുള്ള ചില ഉദ്യമങ്ങളായിരിക്കണം ഒരുപക്ഷെ ഇവിടെ സംവിധായകൻ നടത്തിയിട്ടുണ്ടാവുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റെജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ റെജി എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ഒരു ഓർമ്മ വരികയും അത് തൻ്റെ ചേച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പക്ഷേ ആ ചേച്ചി വളരെ ചെറിയ പ്രായത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിറകെ ഓടുമ്പോൾ ഇയാൾ വലിയ ഒരാളായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുന്ന ആളാണ് റെജി. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടി പേടിച്ച് അവിടെ നിന്ന് ഓടി മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു മെമ്മറിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇയാളും ഇയാളുടെ ചേച്ചിയും കൂടെ ചേർന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളക്കുതിരയെ കണ്ടുകൊണ്ട് ഈ റെജി, ചെറിയ കുട്ടിയായിരുന്നു റെജി, അതിൽ ആകൃഷ്ടനായി കാട്ടിനകത്തേക്ക് കയറി പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇവനെ അന്വേഷിച്ചിട്ട് പിറകെ പോകുന്നതൊക്കെയാണ് ഒരു ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നോർമലി റെജി ആയിരിക്കും ഈ ടൈം ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ഈ വനത്തിനകത്ത് ആദ്യം കയറിപ്പോയത്. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലൂപ്പിനകത്ത് യഥാർത്ഥത്തിൽ പെട്ടുപോയത് പെൺകുട്ടിയാണ്. കാരണം പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല, അന്ന് കയറിപ്പോയ അതേ പ്രായത്തിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ റെജി ഏതൊക്കെയോ പ്രകാരം ചെറിയ കുട്ടിയായിരുന്ന റെജി ഇതിന് പുറത്ത് വരികയും പിന്നീട് അയാൾ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് പിൽക്കാലങ്ങളിൽ പഴയ ഏതോ ഒരു ഓർമ്മയുടെ അല്ലെങ്കിൽ സ്മൃതികളുടേതായ ഒരു പിൻവിളി കൊണ്ട് അയാൾ ആ കാട്ടിനകത്തേക്ക് പോയതായിരിക്കാം. അപ്പോൾ ഇത് ചില ആൾക്കാർ മാത്രമാണ് ബോധപൂർവം അതിനകത്തേക്ക് പോയിട്ടുള്ളത്. വേറെ ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഈ അവിടുന്ന് എന്താ പറയുക പലയിടത്തുനിന്നായിട്ട് അവിടെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരപ്പെട്ടതാണ് എന്നും പറയുന്നത്. അപ്പോൾ ഹാൻഡ് പിക്ക് എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. കാരണം ഈ അടുത്ത കാലത്തുണ്ട് ഒരു എയർ ക്രാഷിനെ കുറിച്ച് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരേ തരത്തിലുള്ള കർമ്മ അനുഭവിച്ച അല്ലെങ്കിൽ ചെയ്ത ആൾക്കാർ അവരുടെ ഒരു കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുമിച്ച് ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് 15-ാം നൂറ്റാണ്ടിൽ ഈ പോർച്ചുഗീസുകാരൻ വന്ന് ഇവിടെ ഈ ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കയോസ് ആക്കുന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി. പക്ഷേ ആ സിനിമയിൽ ഒരിടത്തും ഈ വിദേശീയയായ ആള് പുറത്തു പോയതായിട്ട് പറയുന്നില്ല. പലപ്പോഴും പറയുന്നുണ്ട് അവർ അന്നത്തെ ദിവസത്തിന്റെ ഫ്രെയിമിൽ തന്നെ ഇവിടെ കിടന്ന് കറങ്ങിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെ കുറിച്ച് പിന്നെ ഒന്നും കാണിക്കുന്നില്ല. ആ പടം കാണിക്കുന്ന വെള്ളക്കുതിരയെ മാത്രമാണ്. കുതിരയും വേണമെങ്കിൽ നമുക്ക് ടൈമിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണാം. പിന്നെ ലാസ്റ്റിലൊരു ഫ്രെയിമിൽ മാത്രമാണ് അയാൾ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ ഭരതൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ പറയുന്നത്, ഇതെല്ലാം ആദ്യമേ ഇതിന്റെ തുടക്കത്തിൽ പോയിട്ട് ആ സംഭവം അവിടെ നടക്കാത്തതായിട്ട് മാറ്റണം, അല്ലെങ്കിൽ നടന്ന സംഭവത്തിനെ അത് ഇല്ലായ്മ ചെയ്യണം എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ സംഭവം യഥാർത്ഥത്തിൽ ചെയ്തത് പോർച്ചുഗീസുകാരനായ എന്താ പറയുക നിരീശ്വരവാദിയായ ആ ലോർഡാണ്, അല്ലെ ആ പ്രഭുവാണ്. അപ്പോൾ അയാളുടെ എന്താ പറയുക വേഷപ്പകർച്ചകളായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, മേ ബി ആനന്ദ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കാം. അയാൾ പിന്നെ പല സീക്വൻസുകളിലൂടെ വരികയും പലതരത്തിലുള്ള ആളുകളുടെ പിന്നെ എന്താ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും അച്ഛനെ നഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് അച്ഛനെ രക്ഷപ്പെടുത്തുന്നു, മകൾ ജനിക്കുന്നു. അതേ മകൾ തന്നെ 2044, അത് ഏതാണ്ട് ഒരു അസംഷൻ വെച്ച് പറയുകയാണ്, ആ പെൺകുട്ടിക്ക് 20 വയസ്സ് പ്രായമുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് 2044 അയാളുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള വിഭ്രമാത്മകമായ ഒരുപാട് തലങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രഭു അയാളുടെ തന്നെ ഒരു എന്താ പറയുക ഒരു റീബർത്ത് എന്നോ അല്ലെങ്കിൽ അയാളുടെ റീപ്രൊജക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ റീപ്രൊജക്ഷനിലൂടെ അയാൾ തന്നെ ഇത് അനുഭവിച്ചിട്ട് വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് പോയിട്ട് ആ കർമ്മത്തിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കാരണം റെജി എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ ചില ഈ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ ആനന്ദാണ് ഇതിലെല്ലാത്തിലും നിൽക്കുന്നത്. ആനന്ദ് ഒരു വേള തന്നെ താൻ മറ്റൊരാളിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് മാറി നിന്ന് കാണുന്നുണ്ട്. അതായത് ഒരേ ആനന്ദ് തന്നെ രണ്ട് തലങ്ങളിൽ, അതായത് ഒരാൾ നിന്ന് നോക്കുന്നു, അതേ സമയത്ത് അതേ ആനന്ദ് തന്നെ മറ്റൊരാളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് ആനന്ദിനെ കാണാൻ പറ്റും. അപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം സാക്ഷിയായിട്ട് വരുന്നുവെങ്കിൽ ഈ എല്ലാ കർമ്മ പരമ്പരകളുടെയും തുടക്കക്കാരൻ എന്നുള്ള ഒരു ആരോപണം നമുക്ക് വേണമെങ്കിൽ ആനന്ദിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആനന്ദ് എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ
ആദ്യകാലത്ത് വന്ന ഒരു പ്രഭു എന്ന് പറയാം. അയാളാണ് ഈ സിസ്റ്റത്തിനെ മുഴുവൻ മാറ്റിമറിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിലെല്ലാവരും വന്നു ചേർന്നത്. അപ്പൊ ഇതിനകത്തുള്ള പല കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ അതിന്റെ പിന്തുടർച്ചക്കാരായിട്ട് വന്ന ആളുകൾ അവരുടേതായ കർമ്മങ്ങൾ അനുഭവിക്കുന്നതായിട്ടായിരിക്കാം നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പിതൃക്കളുമായുള്ള ഒരു ബന്ധം, അതർ വേൾഡുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. കാരണം നമുക്കറിയാം കോടാനുകോടി നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു വലിയ വ്യൂഹത്തിലാണ് നമ്മൾ തന്നെ ബ്രഹ്മാണ്ടമെന്നോ അല്ലെങ്കിൽ വിശ്വമെന്നോ ഒക്കെ വിളിക്കുന്ന ഒരു വലിയ ഒരു സംഗതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ഭൂമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മാത്രമായിട്ട് ഒരു പ്രത്യേകമായ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു കോസ്മിക് ലോ ഉണ്ട് എങ്കിൽ അത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ്. അപ്പം ഭൂമി എന്ന് പറയുന്നതും അതിലെ നിവാസികളുമൊക്കെ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളും മറ്റ് പലരാൽ നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഒരിടത്ത് ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സമുദ്രത്തിൽ ഒരു വേലിയേറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു തിരമാല പൊങ്ങുന്നതിന് കാരണമാകുന്നു എന്നാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓരോന്നും മറ്റ് പലതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനമായിട്ട് 5 ടൈം സോണുകളാണ് പറയുന്നത്. അതിൽ ഈ 1500 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അധികമായിട്ടുള്ള പകർച്ചകളില്ല. പക്ഷെ അതിനുശേഷം വരുന്ന ഈ 4 കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്, അല്ല ഒന്നെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിറ്റിയാണ്. 2044 50 ഒക്കെ ആയിരിക്കും ആ ഒരു കാലം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാലങ്ങളിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഹ്യൂമൻ വെഞ്ചൻസ് ആണ്. പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് അവർ ഈ പ്രകൃതിയുടേതായ ഒരു കോൺകോർഡിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന ഡിസ്കോർഡുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സിനിമയിൽ പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടക്കുമ്പോൾ അയാളുടെ കൈ ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ വൃത്തമല്ല അതിങ്ങനെ സൈക്ലിക്കായിട്ട് മൂവ് ചെയ്യുന്നത് നമ്മൾ അപ്പോഴത്തെ ശ്രദ്ധിക്കില്ല. കാരണം ഒരാൾ പ്രാണവേദന കൊണ്ട് പലതരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കും. പക്ഷെ പിന്നീട് ആ സിനിമ വീണ്ടും കാണുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതൻ അവതരിപ്പിക്കുന്ന അയാൾ മുമ്പൊരു ഈ പറയുന്ന ആ തദ്ദേശവാസിയായിരുന്നു. ഈ പറയുന്ന കാക്ക ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിനെ ആരാധിച്ചിരുന്ന, അതെല്ലാം അബണ്ടൻസ് കൊടുക്കുന്ന ഒരു ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഗർഭിണികളായ സ്ത്രീകളൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാം ഐശ്വര്യം വരികയും ചെയ്യുന്നു എന്നൊക്കെ അതിനകത്ത് നറേഷൻ പറയുന്നുണ്ട്. അപ്പൊ അവരിൽ പെട്ടിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന സിദ്ധാർത്ഥ ഭരതൻ. പക്ഷെ അയാള് ഒരു ചാരപ്രവൃത്തി കാണിച്ചിട്ടാണ് ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന വൈദേശിക ശക്തികൾക്ക് ഇതെല്ലാം ഒറ്റുകൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും അതിനകത്ത് കിടന്ന് കറങ്ങുന്നു. അപ്പൊ അയാൾ പറയുന്നു അയാൾക്ക് അതിന്റെ വഴി അറിയാം, പക്ഷെ അയാൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റ്, അയാൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ തെറ്റ്, അന്ന് നടന്ന തെറ്റിനെ അതിന്റെ തുടക്കത്തിൽ പോയിട്ട് തന്നെ അത് ശരിയാക്കണം, അല്ലെങ്കിൽ അത് സംഭവിപ്പിക്കാതിരിക്കണം. ആ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു, അല്ലെ? അതിനെ വീണ്ടും പോയി അത് നടക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെയും ഇവിടെയും എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അയാൾ മരങ്ങളിൽ കൊത്തിവെക്കുന്ന ഒരു പ്രത്യേകമായ, നമ്മുടെ ഈ കൊതുകുതിരി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതുപോലെ ഒരു സംഗതിയായിട്ടാണ് അതിനെ വെക്കുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ലാസ്റ്റിലാണ് പിന്നെ അത് ആനന്ദിന് മനസ്സിലാകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല, എവിടെ പോയാലും തിരിച്ച് അവിടെ തന്നെ എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ഒരുപക്ഷെ ഉഗ്രകോപിയായ ആ ദൈവം താൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ഡിസ്ക് പോലെ, ഇങ്ങനെ കറങ്ങുന്ന ഒരു ഡിസ്ക് പോലെ മറ്റോ ആക്കിയിട്ടുണ്ടാവാം. കാരണം ഈ അതിൻ്റെ അകത്തേക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അത് കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഭൂമി 1,00,000 km/h കറങ്ങുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. എന്ന് പറയും പോലെ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം ഡിസ്ക് ആയിട്ട് ഈ പ്രദേശം കറങ്ങുകയും, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വളരെ സയന്റിഫിക് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ പോയാൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണ് ഇവർ ആ ഒരു സംഗതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത് വരച്ചിടുന്ന ഒരാളായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ റെജി മുങ്ങിപ്പോകുന്ന ഒരു പൂളുണ്ട്. അപ്പൊ ഈ പൂളിനെ നമുക്ക് യഥാർത്ഥത്തിൽ മെമ്മറി പൂളെന്നോ അല്ലെങ്കിൽ ടൈം പൂളെന്നോ പറയാം, അല്ലെ? അതിൽ നമ്മൾ മുങ്ങിക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതിന്റെ ചുറ്റാകെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമുക്കറിയാവൂ. നമ്മൾ താന്നുകൊണ്ടിരിക്കുന്ന ചെയർ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ കിടക്കുന്നു. അപ്പൊ ഇത് മെമ്മറികളുടെ അല്ലെങ്കിൽ ഓർമ്മകളുടേതായ ഒരു വലിയ കുളമാകാം, അല്ലെങ്കിൽ കാലത്തിൻ്റെതായ ഒരു വലിയ കുളമാകും. ഇതിനകത്താണ് നമ്മളിങ്ങനെ പെട്ട് കിടക്കുന്നതെന്നാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാടിന് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന 2 സമയങ്ങളിലാണ്: രക്തം വീഴുമ്പോഴും അതുപോലെ തന്നെ വലിയ ഒച്ച കേൾക്കുമ്പോഴുമാണ്. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ പ്രകൃതിയെ വയലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും വരുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആദ്യം രക്തവും പിന്നെ ഒച്ചയും, പിന്നെ ഒച്ച മാത്രം കേട്ടിട്ട് രക്തം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ശബ്ദം കേട്ടതിന് ശേഷം രക്തം വന്നാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ രക്തം വന്നതിന് ശേഷം ശബ്ദം കേട്ടാൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചില സീക്വൻസുകൾ അതിനകത്ത് പറയുന്നുണ്ട്.
എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ പ്രകൃതിയുടേതായ ഒരു ലയവിന്യാസത്തിനെ നമ്മൾ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിസന്ധികളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രകൃതി മാറുന്നു. അതുപോലെ തന്നെ വളരെ തീക്ഷ്ണമായ ചില ശബ്ദങ്ങൾ വരുന്നു. അതവരുടെ ചെവി പൊത്തുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതങ്ങോട്ട് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് വിചിത്രമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കാണ് ഇവർ മാറുന്നത്. അപ്പോൾ ഇവർ മാറുന്നതെല്ലാം തന്നെ ഇവർ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ചില എലമെന്റ്സ് സംഭവിച്ചിട്ടുള്ളത് ആ ദിവസത്തിലേക്കാണ് അവർ വീണ്ടും പോകുന്നതെന്നാണ്. പിന്നെ അവിടെയാണ് അവർ നിൽക്കുന്നത്. പിന്നെ അതിൽ നിന്ന് അവർ തിരിച്ചു പോകുന്നത് മറ്റേതെങ്കിലും ടൈം പ്ലെയിനിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന ഒരു മദാമ സ്ത്രീയുണ്ട്. അവരുടെ ഒരു കാമുകനായിരുന്ന ഒരു യുവാവായ ഒരാളിനെ അവർ എന്ത് ചെയ്യുന്നു വധിക്കുന്നതായിട്ടും അവരുടെ പടയാളി വധിക്കുന്നതായിട്ടും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് പെട്ട് ഇങ്ങനെ ഉളറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്ലെയിനിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനൊപ്പം നമ്മളും തന്നെ അതിനകത്ത് പ്രവേശിക്കുന്നത്. അപ്പൊ കാക്കകളുടെ വഴി പിന്തുടരുക എന്ന് പറയുമ്പോൾ അതൊരു പിതൃയാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പിതൃക്കൾ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴി, അല്ലെങ്കിൽ നമുക്ക് രക്ഷകരായിട്ട് നമ്മുടെ മുൻപേ പോയ ആൾക്കാർ അവിടെ ഉണ്ടാകും. പുനർജന്മങ്ങൾ ഉണ്ടെങ്കിലും മുമ്പേ പോയവർ എന്നുള്ള ഒരു സങ്കല്പം അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ കുറെ നാളത്തേക്ക് അവരവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, നമ്മെ സഹായിക്കാനായിട്ട് ധാരാളം മാസ്റ്റേഴ്സ് അവിടെ ഉണ്ടാകുമെന്ന് ഡോക്ടർ ബ്രയാൻ എൽവൈസിനെ പോലുള്ള ആൾക്കാർ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട്. ബുദ്ധ കോൺസെപ്റ്റിൽ ബാർഡോസ് ആയിട്ടാണ് തിരിക്കുന്നത്, പലതരത്തിലുള്ള ബാർഡോസ്. അപ്പൊ ഈ ബാർഡോസിലൊക്കെ തന്നെ നമ്മെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ പിതൃയാനത്തിന്റെ ഒരു സങ്കല്പമായിട്ടാണ് നമ്മൾ ഈ കാക്കകൾ ഇവിടെ നോക്കി കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കടൽ കടന്നു പോകുന്ന കാക്കകളുടെ ഒരു സീക്വൻസ് അനിമേഷൻ കാണിക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഈ പറക്കുന്ന രൂപത്തിലുള്ള ഒരു ഹനുമാൻ രൂപത്തിലുള്ള ഒരാളിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഈ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് മുകളിലുള്ള അഭൗമരൂപികളായ എന്താ പറയുക ആൾക്കാരുണ്ട് എന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ടെന്നും ഡെയ്റ്റീസ് ഉണ്ടെന്നും ഒക്കെയുള്ള സൂചനകളാണ് ഇത് തരുന്നത്. അപ്പോൾ ഒരിക്കലും ഭൂമിയിൽ നമ്മൾ കാണുന്ന ഇത് നമ്മുടെ മാത്രം മാസ്റ്ററിയിൽ നിൽക്കുന്ന ഒന്നല്ല, മറ്റു പലതിൻ്റെയും തുടർച്ചകളാണ്, അല്ലെങ്കിൽ മറ്റു പലരുടെയും ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഹു ആർ യു എന്നുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് അയാൾ പണ്ട് ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഈ എന്താ പറയുക പോർച്ചുഗീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അയാളുടെ ഒരു ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അയാൾ ഒരു വളരെ പാസിഫൈഡ് ആയുള്ള ഒരു ഫീലാണ്. അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനോ സമ്മർദ്ദങ്ങളോ ഒന്നുമില്ല. അയാൾ കഴിവതും എന്താ പറയുക ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ വഴി ഇങ്ങനെ അയാൾ വരച്ചു വെക്കുകയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മുമ്പുണ്ടായിരുന്ന ആ ടൈം പ്ലെയിനിൽ നിന്ന് അയാൾക്ക് ഒരു ബോധം ഉണ്ടാവുകയും കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് അയാൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു പക്ഷേ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് പോയിട്ട് നമ്മളതിനെ റിഗ്രഷൻ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ഇപ്പോഴും വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അവിടെ പോയിട്ട് നമ്മൾ ആ കർമ്മത്തിനെ കാണുകയും അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ഉണ്ടായ ട്രോമാസ് ആയിരിക്കും, അതിനെ ആ ജന്മത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് അതിനെ ക്ലെൻസ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഇവിടെയും നമ്മൾ ഉദ്ദേശിച്ച് കാണുന്നത്. ഇനി അടുത്ത കാണുന്നത് ജനിക്കാൻ പോകുന്ന മകളുടെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ അത് ജനിച്ചതായിട്ട് കാണിക്കുന്നു. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അതേ പെൺകുട്ടി തന്നെയാണ് തൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് എന്നുള്ളത് ആനന്ദ് വല്ലാതെ തിരിച്ചറിയുന്നു. പെട്ടെന്ന് ആനന്ദ് ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ തൻ്റെ മകള് താൻ വയസ്സായി നിൽക്കുന്നു, തൻ്റെ മകള് ഒരു 10-20 വയസ്സ് പ്രായമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിനകത്ത് DP ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അയാളുടെ ഫ്യൂച്ചർ ടൈമിലേക്കും പോയി എന്നാണ്. അപ്പൊ അതായത് ഈ സംഭവ വികാസങ്ങളിലൂടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്, ഇതിന്റെ തുടർച്ച ഇനിയും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സിനിമയ്ക്ക് സംഭവം അധ്യായം 1 കൊടുത്തിരിക്കുന്നത്. അധ്യായം 2 കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കുമായിരിക്കും. അതുപോലെയാണ് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം 3 തലങ്ങളിൽ കാണുന്നു. അപ്പൊ 3 സമയങ്ങളിലും 3 തരത്തിലുള്ള മരണമാണ്. 1 ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നു, 2 ഈ ആക്സിഡന്റ് പറ്റി മരിക്കുന്നു, പിന്നെ 1 ഈ എക്സ്ട്രീമിസ്റ്റുകൾ അയാളുടെ പിന്നെ കഴുത്തിൽ ഇങ്ങനെ കയറ് മുറുക്കി കൊല്ലുന്നുണ്ട്. അപ്പൊ ഈ പല രീതികളിൽ കാണുന്ന ഈ സംഗതി ഒരാള് തന്നെ പല അനുഭവങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിൽ റജി എന്ന് പറയുന്നത് ഈ ടൈം ബോർഡിൽ വീണ് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, അവിടുന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണുന്നു, പിന്നെ അയാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അപ്പൊ അയാളുടെ പേഴ്സിലുള്ള ചിത്രം വെച്ചിട്ടാണ് അത് അയാൾ തന്നെയാണെന്ന് പോലീസുകാർ കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അതേസമയം അയാൾ അപ്പുറ സൈഡിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് നമുക്ക് അതിനകത്ത് കാണുന്നു, അല്ലെ? മരിച്ചുപോയ ഒരു SIയുടെ ശരീരത്തിൽ തട്ടിയാണ് വേറൊരാൾ വീഴുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പരസ്പരം കെട്ടുപിടഞ്ഞ് കിടക്കുന്ന കുറെ സംഭവ വിന്യാസങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല, എല്ലാം വളരെ വളരെ വെൽ നിറ്റായിട്ടാണ് സംഭവിക്കുന്നതാണ്. അപ്പൊ ഒരാൾ തന്നെ 3 തലങ്ങളിൽ 3 തരത്തിലുള്ള അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റീഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഭൂതകാലത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് വേണ്ട തെളിവുകൾ എൻ്റെ
കയ്യിലുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കുറേ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഒന്നല്ല, പല തലങ്ങളിൽ പലതായിട്ട് നമ്മൾ ജീവിച്ചിരുന്നു, പല ജീവികളായിട്ടൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ ബുദ്ധന്റെ ജാതക കഥകളിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ആരായിരുന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ്, 3 പ്ലെയിനുകളിൽ അല്ലെങ്കിൽ 5 പ്ലെയിനുകളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പീറ്ററിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. പീറ്ററിന് ഈ ജന്മം ഹോസ്പിറ്റലിൽ ഒരു ജന്മത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അയാളെ കാണാൻ വരുന്ന, അത് നല്ല പ്രായമുള്ള സ്ത്രീയാണ്. അന്നത്തെ ഈ പീറ്ററിന് പ്രായം കുറവാണ്. പക്ഷേ ഈ സ്ത്രീ വന്നിട്ട് ക്ലെയിം ചെയ്യുന്ന അയാൾ എൻ്റെ ഹസ്ബൻഡ് ആണെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു വേർഡ് ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ ആ സ്ത്രീ നിൽക്കുന്ന ടൈം പ്ലെയിൻ വേറെ, ഈ പറയുന്ന പീറ്റർ നിൽക്കുന്ന ടൈം പ്ലെയിൻ വേറെ. ഞാൻ പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ കഥാപാത്രം 3 ടൈം പ്ലെയിനുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന 3 വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പോൾ 3, 4, 5, 10 ഒക്കെ ആവും. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്നത് മെയിൻലി ഒരു 3 ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ 3 സമയങ്ങളിലും 3 തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെ ക്രോഡീകരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി അവർക്ക് അതിനകത്ത് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ സിദ്ധാർത്ഥ ഭരതൻ പറയുന്നത് തുടക്കത്തിലേ പോയി നിർത്തണം എന്നാണ് പറയുന്നത്. അതായത് ആ സംഭവിക്കാൻ പാടില്ലാതിരുന്നൊരു സംഭവം, ആ സംഭവത്തിന്റെ തുടക്കത്തിലേക്ക് പോയിട്ട് അവിടെ തന്നെ നിർത്തണം എന്നാണ്. അപ്പം നമുക്ക് തോന്നും അങ്ങനെ സാധ്യമാണോ എന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവിടെ പോയി ക്ലിയർ ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ ഈ പറയുന്ന ഇവരുടെ കർമ്മങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവരനുഭവിക്കുന്ന മാനസിക വിഭ്രാന്തി, ഇവരനുഭവിക്കുന്ന പ്രത്യേകമായ അഭൗമ തലങ്ങളിലുള്ള ഒരു ക്ലെൻസിങ് ആണ് അവിടെ നടക്കുന്നത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് അന്ന് അവിടെ സംഭവിച്ച ആ ഒരു കാര്യം, അപ്പോൾ ഒരു വലിയ ഒരു തെറ്റവിടെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അതിന് എത്ര വോൾട്ടേജ് ഉണ്ടോ ആ വോൾട്ടേജിന് തുല്യമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നള്ളിഫൈ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഒരാളിനോട് ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ ആ തെറ്റിന് തുല്യമായിട്ടുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു പ്രായച്ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ അത് ക്ലെൻസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പോയിട്ട് വീണ്ടും കർമ്മത്തിനെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ഫ്രെയിമിൽ ഈ ആനന്ദും അതുപോലെ തന്നെ ഈ കുതിരപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന പോർച്ചുഗീസുകാരനും കൂടി മുഖാമുഖം നോക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് മേ ബി ഇത് അയാളുടെ തന്നെ ഒരു ഒരു റീ ഇംപ്രഷൻ ആയിരിക്കാം. മേ ബി അങ്ങനെ ആവാനായിരിക്കും സാധ്യത എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിലൂടെ അയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ടാവാം. അങ്ങനെയാണ് എങ്കിൽ അന്നത്തെ ആ സംഭവം, അതിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ആ സംഭവത്തിന് തുല്യമായിട്ടുള്ള, അപ്പോൾ നമ്മൾ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറയില്ലേ, അപ്പോൾ ഇവിടെ ഒരു സംഗതി ഉണ്ട് എങ്കിൽ അതിന് തുല്യവും വിപരീതമായ മറ്റൊരു സംഗതി പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് പറയുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നതെന്നാണ്. പിന്നെ സാധാരണ പറയുന്ന ഒരു ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതായത് നമുക്ക് കാലത്തിന്റെ പിറകിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ നമ്മളവിടെ പോയി കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഗ്രാൻഡ് ഫാദർ മരിക്കുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് ജനിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പാരഡോക്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പിറകിലോട്ട് പോയിട്ട് 2 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് പോയി അവിടെ പോയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എനിക്കിവിടെ ജനിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിറകിലേക്ക് പോയി നമ്മൾ ആ സംഭവം ഇല്ലാതാക്കുന്നു എന്ന് സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ പറയുന്ന ഒരു സംഭവം. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു സാധനം പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് പിന്നിലേക്ക് പോയിട്ട് നമ്മൾ അവരോട് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാർമിക് ഡെറ്റ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ആ സംഭവത്തിൻ്റെ ഒരു ഇഫക്റ്റിനെ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് റെപ്പറ്റീഷൻ ഓഫ് ഈവൻസ് ആണ്. ഈവൻസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരാൾ, അയാൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളിലേക്ക് കടന്നു പോകുന്നു. ഇപ്പം തന്നെ രാത്രി സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, എങ്ങനെയുള്ള സ്വപ്നങ്ങളായിരിക്കും വരിക. അപ്പോൾ ഈ ഈവൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില സ്വപ്നങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് ആവർത്തിച്ച് ചില പ്രത്യേകമായ ഈവൻസ് കണ്ടു എന്നും വരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഡ്രീം തിയറി ഓഫ് യൂണിവേഴ്സിൽ പറയുന്നുണ്ട്, ആരോ ഒരാൾ കാണുന്ന ഒരു സ്വപ്നമാണിത്, അല്ലെ? ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റുകളിൽ പറയുന്നുണ്ട്, സെൻ ബുദ്ധമതത്തിൽ പറയുന്നുണ്ട്, മറ്റാരോ കാണുന്ന ഒരു സ്വപ്നത്തിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്, അല്ലെ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ കുറച്ച് നാളിന് പ്രവർത്തിക്കാതിരിക്കുന്ന നമ്മുടെ തലയ്ക്കകത്ത് ചെറിയൊരു ഒരു മാറ്റം വരും. അതാണ് യഥാർത്ഥത്തിൽ ആവശ്യവും. അല്ലാതെ നമ്മുടെ ഈ സാധാരണ രീതിയിലുള്ള കുറേ സിനിമകൾ കണ്ട് നമ്മുടെ മനസ്സിനെ വെറുതെ മലീമസമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ വളരെയേറെ പ്രചോദനപരമായ സിനിമകളാണ്. പക്ഷേ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഇതിൽ വളരെയേറെ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും അവർക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവരുടേതായ ചില കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ഓഫ് ഡെത്ത് ആൻഡ് ബർത്ത് ആൻഡ് സൈക്കിൾ ഓഫ് ഈവൻസ് ആണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളുടേതായ ഒരു വലിയ ആവർത്തനങ്ങളിലേക്ക് നമ്മളൊന്ന് ചാടുകയാണ്.
അപ്പോൾ ഈ ചാടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത്. അല്ല അതിനകത്ത് കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് ജനിക്കും എന്നാണ്. അതാണ് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഠരേ ശയനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണ കോൺഷ്യസ്നെസ് പറയുന്നുണ്ട് കർമ്മം ചെയ്യുക, പക്ഷേ കർമ്മസാക്ഷിയായിട്ട് മാത്രം ചെയ്യുക. അതായത് ഇതിനെ വെറുതെ കണ്ടങ്ങ് വിടുക എന്നാണ്. അല്ല അതിന് നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് അറിയാൻ പോകരുതെന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാകരുതെന്നാണ്. ഈ കർമ്മത്തെ നമ്മൾ ചെയ്തങ്ങ് വിടുക. അങ്ങനെ ചെയ്ത് വിട്ടു പോയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലറായ ഈ സർക്കുലാർ ഡിസ്കിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് മുകളിൽ പക്ഷികൾ ഇങ്ങനെ കറങ്ങി കാണിക്കുന്നത്, ഒരു പ്രത്യേകമായ രീതിയിൽ കറങ്ങി കാണിക്കുന്നത്. അതായത് ഈ പറയുന്ന സൈക്കിളിൽ നിന്ന് നമുക്ക് പോകണം, അല്ലെങ്കിൽ നമ്മളൊരു ചുഴിയിൽ പെട്ടതുപോലെ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന കർമ്മ ഡൈനാമിക്സും അതുപോലെ തന്നെ ജനിമൃതി ചക്രങ്ങളുടേതായ വലയങ്ങളും എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട്, കാരണം ഇതെല്ലാം ഈ കർമ്മങ്ങളെല്ലാം തന്നെ കേവലമായ ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ആസക്തി നമുക്ക് കുറയുന്നതാണ്. അല്ലെ, 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ആവേശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ആവേശം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം എന്തായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ സംഭവങ്ങളും. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്, ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേ ആവേശമില്ലാതാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന സമാനമായ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ കേവലമായിട്ടുള്ള ഒരു എന്താ പറയുക ഇടപെടലായിട്ട് മാത്രം നമ്മൾ ചെയ്തു പോവുക. അതിനുവേണ്ടി നമ്മൾ ആരെയും ബോധപൂർവമായിട്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, അമിതമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസുകളോ ഉണ്ടാക്കാതിരിക്കുക, സമാധാനമായിട്ട് നമ്മൾ ഇതിനെ കണ്ട് അറിഞ്ഞ് സ്വപ്നം മാത്രമായിട്ട് കണ്ട് നമ്മളിൽ നിന്ന് തിരിച്ചു പോകുക. അപ്പോൾ പിതൃയാനങ്ങളുടെ വഴി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഒരു പാരഡോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമസ്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ സിനിമ ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ വിചിത്രമായുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാനോ സിനിമയ്ക്ക് സാധിക്കണമെന്നില്ല. കാരണം വെച്ചാൽ സിനിമയ്ക്ക് അതിൻ്റെതായ ചില പർപ്പസും കൂടെയുണ്ട്, വാണിജ്യ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറെ കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സിനിമയിലെ സങ്കേതങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്തായാലും ശരി, പറ്റുമെങ്കിൽ ഈ സിനിമ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ യഥാർത്ഥത്തിൽ ഇതുമാതിരി ഒരു ടൈം പ്ലെയിൻ ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് സഭ്യതയുടെ വരമ്പുകൾ മാറിപ്പോകുന്ന ഭാഷ ആയതുകൊണ്ടാണ് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും കുറേ പ്രാവശ്യങ്ങളും കാണുക. അപ്പോൾ വളരെ വൈകിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, എങ്കിലും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.